നമസ്കാരത്തിൽ നമ്മൾ കുറേ പ്രാർത്ഥനകളുണ്ട്, പക്ഷെ പലപ്പോഴും ഇത് ചെറുപ്പം മുതലേ ശീലിച്ച് ചെയ്തു എന്നുള്ള നിലക്ക് ഇങ്ങനെ അതിങ്ങനെ കാണാപ്പാടായതുകൊണ്ട് അതിങ്ങനെ ചെയ്തു പോകും. അപ്പോൾ പലപ്പോഴൊക്കെ ആളുകളോട് അത്തഹിയാത്ത് ചൊല്ലാൻ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടൂല, അത്തഹിയാത്തിൽ ഇരുന്നാലേ കിട്ടുള്ളൂ. കാരണം അതാ ഒരു റൊട്ടേഷനാണ്, അതിങ്ങനെ ചെയ്യുമ്പോൾ മാത്രം വരുന്നൊരു സംഗതിയാണ്, പിന്നെ പറയാൻ കഴിയില്ല. അങ്ങനെ സ്റ്റോപ്പായി പോകും ആളുകൾക്ക്. 3 തരത്തിലാന്ന് പറയുന്നല്ലോ. ഒന്ന് ചിലപ്പോൾ ഉടനടി ചിലപ്പോൾ പ്രാർത്ഥന, മനുഷ്യന്മാർ അത് മാത്രമുള്ളൂ വിചാരിച്ച് ഞാൻ ചോദിക്കുക പഠിച്ചോൻ തരാ, ഞാൻ ചോദിക്കുക പഠിച്ചോൻ തരാ. ഒന്നിൽ പൈല ഹയർ പഠിച്ച നമുക്ക് വെച്ചിട്ട് ചിലത് പഠിച്ചോൻ തരൂല, ചിലപ്പോൾ നമുക്ക് തന്നാൽ നമ്മുടെ പരലോകം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് പടച്ചോൻ ചിലത് തരാതെ പിടിച്ചു വെക്കും. അതിനർത്ഥം പടച്ചോൻ എന്നെ കാണില്ല, എന്നെ സഹായിക്കില്ല എന്നുള്ളതല്ല, നമുക്കത് തരാതിരിക്കലാണ് ഹൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാസ്ക, അപ്പോൾ റമളാനാണല്ലോ, അപ്പോൾ പ്രാർത്ഥനകളൊക്കെ കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു മാസമാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ്. പക്ഷേ ഈ പ്രാർത്ഥനൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ശരിക്കും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരും, കുറേ ആൾക്കാർ പറയുന്നു അതൊരു പടച്ചവനായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്, ചിലവർ അതൊരു കാണാതെ പഠിച്ച് ഇങ്ങനെ എന്തോ പറഞ്ഞ് നിസ്കരിക്കുന്ന പോലെ 5 നേരം നിസ്കരിക്കുന്ന പോലെയുള്ള ഒരു ചടങ്ങ് പോലെ കൊണ്ടുവന്നതുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വിശ്വാസിയുടെ ആയുധം തന്നെ പറയാം. നമുക്ക് ഏത് പ്രയാസഘട്ടങ്ങളിലും ഏത് വിഷമഘട്ടങ്ങളിലും അവനെ പിടിച്ചു നിർത്തുന്നത് ഒരു പക്ഷേ അവൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അള്ളാഹിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു എന്നുള്ള സമാധാനത്തിലാണ്. ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കുള്ള ഏറ്റവും വലിയ ഗുണം അതാണ്. ഏത് പ്രശ്നങ്ങളുടെ മുമ്പിലും പിടിച്ചെടുക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും കുറേ കഥകൾ വായിക്കുന്നത്? എന്തുകൊണ്ടാണ്? പക്ഷെ അവരൊക്കെ അതിനെ ഓവർകം ചെയ്തത് കുറേ സമ്പത്ത് കൊണ്ടും കുറേ അധികാരം കൊണ്ടൊന്നുമല്ല. ഒരൊറ്റ ഉത്തരവുള്ളതിന് പ്രാർത്ഥന. അള്ളാഹിൻ്റെ മുമ്പിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ആവാം, നമ്മുടെ ആവശ്യങ്ങളാവാം, ഇതൊക്കെ അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനോടുള്ള ഒരു അപേക്ഷ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെ തന്നെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാം. അർത്ഥം അപേക്ഷ അറബിയിൽ, അതെ, അറബിയിൽ ഭാഷാപരമായി നോക്കാൻ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ അള്ളാഹുവിങ്കിലേക്ക് ആശ്രിതരാണ്, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ നമ്മൾ അള്ളാഹുവിലേക്ക് ആശ്രിതരായതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലപ്പോഴൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്താൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കാൻ, അത് കാണാൻ, അതിന് പരിഹാരം നൽകാൻ റബ്ബ് റെഡിയാണ്. ഒറ്റ കാര്യമുള്ളൂ, എന്തേ ഉള്ളൂ? ചോദിച്ചാൽ മതി. അതാണ് പ്രാർത്ഥന. ചോദിക്കുന്നിടത്ത് നമ്മൾ അപേക്ഷ എന്ന് പറഞ്ഞാലും ചോദിക്കുക എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെ അള്ളാഹിനോട് തൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയുക. അത് നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയുന്നിടത്താണ് ആളുകൾക്ക് പലപ്പോഴൊക്കെ വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. അവിടെ നമ്മൾ മടി കാണിക്കുമ്പോഴാണ് മനുഷ്യനെ ഏറെ വഴിപിഴച്ചു പോകുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഒരു ഇബാദത്ത്, അദ്വാഹുവൽ ഇബാദ തന്നെയാണ്, നമുക്ക് ഇബാദത്ത് തന്നെയാണ്, അത് ആരാധന തന്നെയാണ്. അപ്പോൾ ആ പ്രാർത്ഥന അത്രമേൽ ആവശ്യമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു വെള്ളത്തിൽ നിന്ന് ഒരു മത്സ്യത്തെ പിടിച്ച് കരയെ കിട്ടാൽ ആ മത്സ്യത്തിന് വെള്ളം എത്രത്തോളം ആവശ്യമാണോ അതുപോലെ മനുഷ്യന് ആവശ്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ പ്രാർത്ഥനേൻ്റെ കേസ് പറഞ്ഞ സമയത്ത് തന്നെ പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഒരുവിധം പ്രാർത്ഥനകളൊക്കെ അറബിയിലാണ്. ഇപ്പം എല്ലാവരും അറബി പഠിച്ചോളണമെന്നില്ല. ഖുർആൻ നമ്മൾ ഓതുന്നുണ്ട്, പക്ഷേ അർത്ഥറിഞ്ഞ് പഠിക്കുക എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരേപോലെ പോസിബിൾ അല്ല, പഠിക്കുന്നവരുണ്ട്. അപ്പോൾ പല സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ മലയാളം സംസാരിക്കുന്നവരാണ്, മലയാളമാണ് നമ്മളെ ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത്, ഇംഗ്ലീഷ് നമുക്ക് അറിയണ്ടെങ്കിലും നമുക്ക് ഒരാളോട് കൺവേ ചെയ്യുന്ന സമയത്ത് ആ മെസ്സേജ് അതിൻ്റെ എല്ലാ ഫീലിങ്സോടുകൂടി പറയാൻ പറ്റില്ല. കാരണം വേറൊരു ഭാഷയാവുന്ന സമയത്ത് നേരെ തിരിച്ച് നമ്മളത് മലയാളത്തിൽ പറയുമ്പോൾ അവർക്ക് ആ ഫീലിങ്സ് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ പ്രാർത്ഥനകൾ മിക്കതും അറബിയിലാണല്ലോ. അപ്പോൾ അറബിയിൽ പറയുമ്പോൾ ചിലപ്പോൾ അതേ അർത്ഥം അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന, അപേക്ഷ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അയാൾക്ക് അറിയുന്ന ഭാഷയിൽ കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് പലപ്പോഴും ആളുകൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഖുർആൻ അറബിയിലാണല്ലോ, അപ്പോൾ നമ്മളിതൊക്കെ അറബി തന്നെ ചൊല്ലണ്ടേ, പ്രാർത്ഥിക്കണ്ടേ, എന്നെക്കൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊക്കെ ആളുകൾ വിഷമം പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. അള്ളാഹു നമ്മോട് പറഞ്ഞത് അദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. അവിടെ എവിടെ അറബി എന്ന് പറഞ്ഞിട്ടില്ല, നമ്മോട് ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും മനസ്സ് തട്ടി പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നൊരു ഭാഷയിൽ സംസാരിക്കുമ്പോഴാണ്. അവിടെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മുടെ മനസ്സൊക്കെ നോക്കണുള്ളൂ.
നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി അറിയുന്നവനാണ് ആ റബ്ബ്. റബ്ബ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ ഈ പറഞ്ഞ രീതിയിൽ അറബി ഭാഷ കാണാപ്പാഠം പഠിച്ച് പ്രാർത്ഥിക്കണം എന്നില്ല. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ തന്നെ ചിലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞോളുന്നില്ല. അറബി വാക്കുകൾ ഇങ്ങനെ ഉരുവിടുന്ന രൂപം മാത്രമായി ഫീലിങ്സ് വരൂല. അത് കിട്ടൂല. അപ്പോൾ അതെന്താണെന്ന് അറിയാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ നമസ്കാരം. നമസ്കാരത്തിൽ നമ്മൾ കുറേ പ്രാർത്ഥനകളുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് ചെറുപ്പം മുതലേ ശീലിച്ച് ചെയ്തു എന്നുള്ള നിലക്ക് ഇങ്ങനെ അതിങ്ങനെ കാണാപ്പാടായതുകൊണ്ട് അതിങ്ങനെ ചെയ്തു പോകും. അപ്പോൾ പലപ്പോഴൊക്കെ ആളുകളോട് അത്തഹിയാത്ത് ചൊല്ലാൻ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടൂല. അത്തഹിയാത്തിൽ ഇരുന്നാലേ കിട്ടുള്ളൂ. കാരണം അതാ ഒരു റൊട്ടേഷനാണ്. അതിങ്ങനെ ചെയ്യുമ്പോൾ മാത്രം വരുന്നൊരു സംഗതിയാണ്. പിന്നെ പറയാൻ കഴിയില്ല. അങ്ങനെ സ്റ്റോപ്പായി പോകും ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ പല ആളുകളും ഇതിൻ്റെ ശരിക്കും അർത്ഥം അറിയാതെ അറബി വാക്യങ്ങൾ ഇങ്ങനെ വാചകങ്ങൾ ഇങ്ങനെ ഉരുവിടുന്ന രൂപത്തിലുണ്ടാവും. പക്ഷെ അത് അറബി ചൊല്ലുകയാണെങ്കിൽ അറബിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി പറയുമ്പോഴാണ് നമുക്കതൊക്കെ. ഇപ്പോൾ ഖുർആൻ ഓതുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഖുർആൻ്റെ അർത്ഥം അറിയുമ്പോഴാണ്. ഇപ്പോൾ അബൂഖർദാനൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് അബൂഖർദാൻ ഇമാമ് നിൽക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷെ ആയിഷ ബീവി എതിർക്കുന്നുണ്ട്, ഉപ്പാനെ ഇമാമ് നിർത്തണ്ടെന്നാ. അതിൻ്റെ കാരണം ആയിഷ ബീവി പറഞ്ഞ വാക്ക് ഒറ്റേ ഉള്ളൂ, ഉപ്പ ഖുർആൻ ഓതിയ കരയും. ഉപ്പ ഖുർആൻ ഓതിയ കരയുന്നതാണ്. കാരണം ഉള്ളു തട്ടും അർത്ഥം. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോഴാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, പ്രാർത്ഥന ചൊല്ലുമ്പോഴും അതിൻ്റെ അർത്ഥം അറിയുമ്പോഴാണ് നമുക്കത് നല്ല രീതിയിൽ നമുക്ക് അള്ളാൻ്റെ മുമ്പിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അറബി വാക്യങ്ങൾ അറിയുന്നില്ല, അതിൻ്റെ മലയാളം പഠിച്ചിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കാം, നമുക്ക് അള്ളാഹിനോട് പറയാം, അതിൽ പ്രയാസമില്ല. പക്ഷെ പലപ്പോഴും അറബി തന്നെ വേണമെന്നുള്ള ആളുകൾ, ചിലപ്പോൾ അത് ഭാഷ പഠിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അറിയാത്തവരൊക്കെ ഉണ്ടാവാൻ. ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ നന്നായി കഴിവുള്ള ആളുകളോ അല്ലെങ്കിൽ അതിൽ നൈപുണ്യമുള്ള ആളുകളോ ഒന്നും ആയിണമെന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് സുലഭമാണ് പ്രാർത്ഥനയുടെ അർത്ഥം. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ ബുക്കുകളൊക്കെ നമുക്കുണ്ട്. അത് പഠിച്ച് അള്ളാഹിനോട് അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്കിത് അറിയാത്തത് കൊണ്ട് ഒഴിവാക്കി എന്നുള്ളതൊന്നും ഒരു ചോയ്സ് അല്ല. ഇതിനൊന്നും അള്ളാഹിന് മുമ്പ് പോയിട്ട് എനിക്ക് അറബി പഠിക്കാൻ പറ്റില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. നമുക്കതിനുള്ള അവസരങ്ങൾ ഇന്ന് ധാരാളമുണ്ട് നമുക്ക്. അപ്പോൾ അതങ്ങനെ തന്നെ ബോധ്യപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് നമുക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇപ്പം നമുക്ക് ഇവിടെ മാത്രമല്ല, മലയാളം മാത്രമൊന്നുമല്ല, ലോകത്തെ എത്ര ഭാഷകളുണ്ട്. ആ നാട്ടിലത്തെ എല്ലാ ആളുകളും അവരവരുടെ നാട്ടിലെ ലോക്കൽ ഭാഷകളിൽ, ലാംഗ്വേജുകളിൽ പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥനകളൊക്കെ ഉപയോഗപ്പെടുത്തി ഉരുവിടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അള്ളാഹ്ക്ക് മനുഷ്യരുടെ, അവൻ്റെ അടിമകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അറിയാം. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ അള്ളാഹിനോട് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഭാഷ ഒരു പ്രശ്നമേ അല്ല. നമുക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ പ്രാർത്ഥനകൾ പല വിധത്തിലാണല്ലോ. ഇപ്പോൾ ചില പോസ്റ്ററുകളൊക്കെ കാണാം, കൂട്ടപ്രാർത്ഥന നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പള്ളികളിൽ ഇങ്ങനെ. ശരിക്കും അതൊന്നും ഇസ്ലാമികല്ലല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കിയുള്ളവർ ഏറ്റു പറയുന്നു, ഒരു ഗ്രൂപ്പ് സോങ് ഒക്കെ പാടുന്ന രൂപത്തിൽ അങ്ങനെ പോകുന്നുണ്ടല്ലോ. ശരിക്കും ഇതൊക്കെ ഇസ്ലാമികല്ലല്ലോ. അല്ല, ഇനിയിപ്പോൾ റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാണാൻ പറ്റും. പ്രാർത്ഥനകളുടെ കുറേ നിരന്ന സദസ്സുകൾ, അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ കുറേ ഉണ്ടാവും. ഇനിയിപ്പോൾ 27-ാവിനൊക്കെ പ്രത്യേകം സ്വലാത്ത് സംഗതികളൊക്കെ ധാരാളമായി കാണാൻ പറ്റും. പക്ഷെ നമ്മളിതിൽ ആലോചിക്കേണ്ടത് എപ്പോഴും തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനാണ്. ഇപ്പം നമുക്ക് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അദ്ദേഹം ആ ഹഫിയായി, അതായത് ഇങ്ങനെ ഒഴിഞ്ഞൊരു ഭാഗത്തിരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിലാണ് ഏറ്റവും പ്രധാനം. നമ്മളിങ്ങനെ കുറേ എല്ലാവരും അവിടെ കൂടിയിരുന്ന് ഒരാൾ ചൊല്ലിക്കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ കൂട്ടത്തിൽ പ്രാർത്ഥന, അത് റസൂലുള്ളാഹിൻ്റെ ഒരു പിന്തുടർച്ചയിൽ നമുക്കത് കാണാൻ കഴിയൂല. അങ്ങനെ നമുക്ക് സ്വഹാബാക്കളിലോ താബീകളിലോ ഒന്നും നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഒരു കൂട്ടപ്രാർത്ഥന എന്നുള്ളൊരു സംഗതി അതിലില്ല. നമുക്ക് അള്ളാഹുവിനോട് നമുക്കത് സംസാരിക്കാം. ഇനി ആ കൂട്ടപ്രാർത്ഥനത്തിന് അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ദറജ കൂടിയ ആൾക്കാരുണ്ടാവും, അവരാണ് പ്രാർത്ഥിക്കുക, അവരാണ് മെയിൻ. അവർ പറയുമ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ പറയണേക്കാട്ടിലും കുറച്ചും കൂടി എന്ത് ചെയ്യും? അള്ളാഹ് സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ചില ആൾക്കാർ അങ്ങനെയാണ്, ഇന്ന പ്രാർത്ഥന, അപ്പോൾ ഖബറിൽ വെളിച്ചം കിട്ടാൻ 2000 രൂപ, അതിനൊരു പ്രാർത്ഥന, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മുടെ നാട്ടിൽ ധാരാളം അനാചാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആളുകൾക്കൊക്കെ എളുപ്പമാണ്. കാരണം ഞാൻ പ്രാർത്ഥിക്കേണ്ട, പൈസ കൊടുത്താൽ മതി, പരിപാടി മൂപ്പർ പ്രാർത്ഥിച്ചോളും. എൻ്റെ ഉപ്പാൻ്റെ കബർക്ക് വെളിച്ചം കിട്ടാൻ 2000, ഉമ്മാൻ്റെ കബർ വിശാലമാകാൻ ഇങ്ങനെ കുറേ ഇനി ഇറങ്ങാൻ പോവാണ്. റമദാനാകുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങാൻ പോകുന്ന സംഗതികളുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ അള്ളാഹുവിനോട് സമാധാനപൂർവ്വം ഇരുന്ന് പറയുക, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എവിടെയും പോകണ്ട, ഒരു സദസ്സിലും പോയിരുന്ന് അല്ലെങ്കിൽ ഒരു നഗറിലും പോയിരുന്ന് നമ്മളിങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വസ്ഥമായി അള്ളാഹിൻ്റെ ഭവനങ്ങളിൽ ഇരിക്കാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ നമസ്കാര പായലിരുന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി പലപ്പോഴും അങ്ങനെ ആളുകൾ ഇപ്പോൾ നിസ്കാരത്തിന് ശേഷം മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിച്ചാണ്,
അതാണ് എപ്പോഴും പ്രാർത്ഥിക്കുക. നമുക്ക് യാത്രയിൽ പ്രാർത്ഥിക്കാം, നമ്മൾ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ചില സമയം മാത്രം തിരഞ്ഞെടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താം. പക്ഷെ ചില ആളുകൾ അതൊന്നും ഇല്ലാണ്ട് നിസ്കാരത്തിന് ശേഷം മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹിനോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതെപ്പോഴും ഇപ്പം നമുക്ക് പറഞ്ഞില്ല, അള്ളാഹിനോടുള്ള കമ്മ്യൂണിക്കേഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആകാശത്ത് നിന്ന് പൊട്ടി വീണവനെ പോലെയാണ്. അതിങ്ങനെ പാറി നടക്കും, ലക്ഷ്യം ഉണ്ടാവില്ല. അതെവിടെയും പോയി വീഴാം, എന്ത് സംഭവിക്കാം. പക്ഷെ അള്ളാഹിനോടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, എല്ലാ തിന്മകളിലും മാറി നിന്ന് നമുക്ക് നന്മയിൽ എപ്പോഴും നിൽക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്രമേൽ ആവശ്യമുള്ള ഒന്നാണ്. ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഭാഷ ഒരു പ്രശ്നമല്ല. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ തനിച്ചിരുന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മുടെ കാര്യങ്ങൾ പറയുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ആ രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ നേരത്തെ സക്കരിയ നബിൻ്റെ പ്രാർത്ഥന പറഞ്ഞ പോലെ ശരിക്കും അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്ട്രൈക്ക് ചെയ്യണ കാര്യമാണ്. കാരണം മറിയം ബീവിയുടെ ചുമതല കിട്ടുന്ന സമയത്ത് സക്കരിയ ബീവിക്ക് കാര്യമായിട്ടുള്ള ഫിനാൻസ് ലെവലിലൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പോയ സമയത്ത് മറിയം ബീവി അവിടെ നിന്ന് കിട്ടാത്തൊരു ഫുഡ് കഴിക്കുകയാണ്. ആ നാട്ടിലൊന്നും ഒരിക്കലും സുലഭമല്ലാത്ത ഫുഡ് കഴിക്കുന്ന സമയത്താണ് സക്കരിയ നബിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇവിടെ ഒന്നും കിട്ടാത്ത സാധനം എങ്ങനെ മറിയം ബീവിക്ക് കിട്ടി? അപ്പോൾ മറിയം ബീവിനോട് ചോദിക്കുന്ന സമയത്ത് സംശയം വരെ തോന്നാം, ഞാൻ എല്ലാ സമയത്തും ഇവിടെ ആരും വന്നു എന്നുള്ള സംഗതി വരെ തോന്നാം. അപ്പൊ ചോദിച്ച സമയത്ത് മറിയം ബീവി പറഞ്ഞത് പടച്ചോൻ തന്നെന്ന്. അപ്പൊ മൂപ്പർക്ക് അത് സ്ട്രൈക്ക് ചെയ്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതായത് ഇവിടെ കിട്ടാത്ത ഫുഡ് പടച്ചോനെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രസവിക്കാത്ത എന്റെ ഭാര്യ പ്രസവിക്കാം. ആ കുഞ്ഞിനെ കുറിച്ച് സന്തോഷമാണ്. അതായത് എന്റെ ഭാര്യക്ക് പ്രസവിക്കാൻ കഴിയില്ല. അങ്ങനെ അത് സംശയമാണ്. സാധിക്കുന്നു പറഞ്ഞാൽ അത്ഭുതമാണ്, എങ്ങനെ കഴിയുന്നു. അതേപോലെ ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബി ഉണ്ടാവണത് എത്രയോ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. അതായത് നമ്മളൊന്നും തിരെ ചിന്തിക്കുക പോലും ഇല്ല അങ്ങനെ പടച്ചോന് കഴിയുമോ എന്നുള്ളത്. ശരിക്കും പടച്ചോന് മാത്രമാണ് നമ്മളെല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കാനുള്ള കഴിവുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ ആളുകൾ പടച്ചോനെ മറന്നിട്ട് ബാക്കി പല ആളുകൾക്കാണ്. പലപ്പോഴും അങ്ങനെയാണ് മനുഷ്യരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യനൊക്കെ വേഗം നടക്കണം. പ്രാർത്ഥനയിൽ ഏറ്റവും വേണ്ട സംഗതി ക്ഷമമാണ്. ക്ഷമ ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, മനുഷ്യന് പ്രശ്നങ്ങളും പിന്നെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവും. മനുഷ്യന് വേഗം മാറിക്കിട്ടണം. ഈ പ്രശ്നം കൊണ്ട് മനുഷ്യന്മാർ എന്നറിയോ, ഈ സംഗതികൾ പ്രയാസവും പ്രശ്നമൊന്നും മനസ്സിൽ ക്ഷമിച്ച് നിൽക്കാൻ കഴിയാത്ത ചില ആളുകൾ ജീവിതം അവസാനിപ്പിക്കും. ഇനി എനിക്ക് കഴിയൂല പറഞ്ഞ ജീവിതം അവസാനിക്കും. ചില ആളുകൾ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഇത്തരത്തിലുള്ള വലിയ അനാചാരങ്ങളുടെ കൂടോത്രങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യന്മാർ എത്തിപ്പെടും. അവിടുന്ന് നമുക്കിന്ന് സ്ഥിരം വാർത്തകൾ കേൾക്കുന്നത് മനുഷ്യനെ ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകളാണ്. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നാട് വിട്ടു പോകും, കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട്. ശരിക്കും വിശ്വാസിനെയും സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല. അയാൾക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സമാധാനത്തിന് പലപ്പോഴും നമ്മൾ നിൽക്കുന്ന മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നല്ല ജോലി, നല്ല സമ്പത്ത്, നല്ല വീട്, നല്ല വാഹനം ഒക്കെ സമാധാനമാണ് നമ്മളെ വിചാരം. പക്ഷെ സമാധാനം കിട്ടണമെങ്കിൽ ഇതൊന്നുമല്ല. സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യനെ ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രശ്നവും പ്രയാസം വരുമ്പോൾ സഹിക്കാൻ കഴിയാണ്ട് ഇങ്ങനെ പൊട്ടിപ്പോണതാണ്. ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് കൂടോത്രങ്ങളിലേക്കൊക്കെ മനുഷ്യന്മാർ എത്തിപ്പെടുകയും അത് നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഇത് എവിടുന്ന പോകുന്നത്? ഞാൻ നിങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാ. നിങ്ങളെവിടെ പോയാലും നിങ്ങളെ കൂടെ ഞാനുണ്ടെന്നാ സൂറത്ത് ബക്കറയിൽ പടച്ചോൻ പറഞ്ഞത്. അയിനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്നാ. അതിനർത്ഥം എന്താ? വേറെ ആയത്തമുക്കാണ് നിങ്ങളെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ. ഇങ്ങനെ റബ്ബ് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അതിനർത്ഥം എന്താ? നിങ്ങളെ കൂടെ ഞാൻ എന്നോട് ചോദിച്ചോളി. പക്ഷെ മനുഷ്യന് ക്ഷമിക്കാൻ കഴിയൂല. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ അല്ല എങ്ങനെ ഉത്തരം തരിക? 3 തരത്തിലാന്ന് പറയുന്നല്ലോ. ഒന്ന് ചിലപ്പോൾ ഉടനടി, ചിലപ്പോൾ പ്രാർത്ഥന. മനുഷ്യന്മാർ അത് മാത്രമുള്ളൂ വിചാരിച്ച് ഞാൻ ചോദിക്കാം പഠിച്ചോൻ തരിക, ഞാൻ ചോദിക്കുക പഠിച്ചോൻ തരിക. ഒന്നിൽ ഹൈർ പഠിച്ചോ നമുക്ക് വെച്ചിട്ട് ചിലത് പഠിച്ചോൻ തരൂല. ചിലപ്പോൾ നമുക്ക് തന്നാൽ നമ്മുടെ പരലോകം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് പടച്ചോൻ ചിലത് തരാതെ പിടിച്ചു വെക്കും. അതിനർത്ഥം പടച്ചോൻ എന്നെ കാണില്ല, എന്നെ സഹായിക്കില്ല എന്നുള്ളതല്ല. നമുക്കത് തരാതിരിക്കലാണ് ഹൈർ. ചിലപ്പോൾ പരലോകത്തായിരിക്കും അതിന്റെ. മൂന്നാമത്തെ ഘട്ടം അതാണ്. നമ്മുടെ പ്രാർത്ഥന നേരത്തെ പറഞ്ഞ പോലെ അത് ഇബാദത്താണ്. അതിനുള്ള പ്രതിഫലം പടച്ചോൻ അവിടുന്നേ തരുള്ളൂ. ഈ 3 കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടാൽ അവന് ഓക്കെയാണ്, പ്രശ്നമില്ല. കാരണം ആ പ്രാർത്ഥന ഒരു നഷ്ടമില്ല. ചിലപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടും, ചിലപ്പോൾ നമുക്കത് തരൂല. അത് നമുക്ക് പരലോകം തന്നെ നഷ്ടപ്പെടുത്തിയേക്കാം. മൂന്നാമത് നമുക്ക് എന്തിൻ്റെ പരലോകത്ത് പ്രതിഫലമുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചതുകൊണ്ടൊരു നഷ്ടമില്ല. പക്ഷെ മനുഷ്യന്മാർ ചോദിച്ചാൽ അത് കിട്ടണം, അപ്പം തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ കാണുന്നതുകൊണ്ട്
മനുഷ്യന്മാർക്ക് ഭയങ്കര നഷ്ടമാണ് ജീവിതത്തിൽ ഉണ്ടാവുക. ഒരു നിലക്കും ക്ഷമ എന്നുള്ള സാധനം ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സക്കറിയ നബി, എത്ര നൂഹ് നബിയുടെ ചരിത്രം, എത്ര കാലം അല്ലെ. അങ്ങനെ ക്ഷമിക്കാനുള്ള പ്രയാസം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് യൂനുസ് നബിയുടെ ചരിത്രം വായിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇത്ര ചരിത്രങ്ങൾ നമ്മളെ മുന്നിൽ ഉണ്ടായിട്ട് നമ്മളതൊന്നും മനസ്സിലാക്കണില്ല എന്നുള്ളത് വലിയൊരു ഇതാണ്. അല്ല നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പോൾ റമദാനാണ്. ഇപ്പൊ റമദാൻ 17 ബദർ നടന്ന ചർച്ച ചെയ്യും, നമ്മുടെ നാട്ടിലൊക്കെ ചർച്ച ചെയ്യുന്നത്. ആ ബദറിന്റെ രംഗത്ത് പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ എങ്ങനെ തേടി നടക്കുമ്പോൾ പ്രവാചകൻ സുജൂദിലാ, പ്രാർത്ഥനയിലാണ് റസൂലുള്ളാഹ്. ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയോ? കിട്ടി. മലക്കുകൾ ഇറക്കി കൊടുത്തിട്ട് ആ യുദ്ധം വിജയിച്ചു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ്. ആവശ്യഘട്ടങ്ങളിൽ അള്ളാഹു നമ്മളെ കൈവിടൂല, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കാണുന്ന നമ്മളിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ തന്നാൽ എന്താണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ആ ചോദിച്ച സാധനം ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടോ ഇപ്പോൾ 15 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ തരുന്നുണ്ടാവുള്ളൂ. കാരണം അപ്പോഴേ നമ്മൾ ആലോചിക്കുക ഇത് ഇപ്പോഴാണ് വേണ്ടിയിരുന്നത് എന്നുള്ള സംഗതി. മനുഷ്യന് ആവശ്യമുള്ള സമയത്ത് അള്ളാഹ് മനുഷ്യനെ സഹായിക്കും. പക്ഷെ മനുഷ്യനത് ക്ഷമിക്കാനുള്ള കഴിവില്ല. അവിടെയാണ് മനുഷ്യൻ പലപ്പോഴും പ്രാർത്ഥനയുടെ വിഷയത്തിൽ വഴിമാറി. മറ്റൊന്നെന്താ വെച്ചാൽ പ്രാർത്ഥന ആരോടെന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന രീതികളൊക്കെ പറയുമ്പോഴും ആരോട് പ്രാർത്ഥിക്കണം? ഇവിടെയും മനുഷ്യർ വഴിതെറ്റി പോകുന്ന രംഗങ്ങളുണ്ട്. ഇടയിലൊരാളെ നിർത്തലാണ് പഠിച്ചവനിലേക്ക്. ഇടയിലൊരാളെ നിർത്തലൊന്നും മാത്രമല്ല, തോന്നിയതിനോടൊക്കെ പ്രാർത്ഥിക്കുക. അതാണ് ഇപ്പോൾ മരിച്ചുപോയ ആളുകൾ, പിന്നെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, ഇങ്ങനെ ധാരാളം ഉണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിയാറത്തിന് പിന്നെ റമദാനൊക്കെ ആയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്കും വാഹനങ്ങൾ എടുത്ത് വലിയ ഭക്തിയിലാണ് വരിക. എന്നിട്ട് അവിടെ പോയി അവരുടെ പൈസ ഇട്ട് അവിടെ പോയി ആ ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ടാകുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും. പക്ഷേ ഖുർആനിൽ ഇങ്ങനെ ഇത് ബോധ്യപ്പെടുത്തി തന്നിട്ട് ചരിത്രങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പ്രവാചകന്മാർ ഇതിനെതിരൊക്കെ, എന്നിട്ട് എന്താണ് മനുഷ്യന് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് എന്നാണ് നമുക്ക് ഇങ്ങനെ സങ്കടം തോന്നുന്ന ആളുകൾ ഇങ്ങനെ അത് വളരെ ഭക്തിയോടുകൂടി വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കാണാം. ഇല്ല, അതായത് പ്രാർത്ഥിക്കുമെന്ന് ആലോചിക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി, എത്രത്തോളം അനുഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നാട്ടിൽ ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അസുഖങ്ങൾ, ആന്തരികമായിട്ടുള്ള അവയവങ്ങളെ വല്ലാതെ രോഗങ്ങൾ ബാധിച്ച് ഇപ്പോൾ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെയൊക്കെ വില കേട്ടാൽ അത്ഭുതപ്പെടും. നമ്മൾ സ്ഥിരം കാണുന്നില്ലേ, ബസ് കയറി കഴിഞ്ഞാൽ പല ആളുകൾ റോട്ടിൽ നിന്നിട്ട് ഫ്ലെക്സ് പിടിച്ചിട്ടൊക്കെ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ചികിത്സാ സഹായം തേടിക്കൊണ്ടിരിക്കുക. അതിനർത്ഥം എന്താ വെച്ചാൽ നമുക്കൊരു പൈസയും കൊടുക്കാതെ നമുക്ക് അത്രത്തോളം അനുഗ്രഹം പടച്ചോൻ തന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് നമ്മുടെ ശരീരം അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞു നിങ്ങൾക്ക് അല്ലാതെ കാണണമെങ്കിൽ നിങ്ങളിലേക്ക് നോക്കിയാൽ മതി, ധാരാളം ഉണ്ട്. ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു കിഡ്നി, ഇപ്പോൾ കിഡ്നി ഫെയിലിയർ ആയാലും നമ്മൾ ഡയാലിസിസ് ചെയ്യും. ഒരു ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് 200 ലിറ്റർ വെള്ളം വേണം. ഒരു ബോട്ടിൽ വെള്ളത്തിന് എത്ര രൂപയാണ്? 20 രൂപ. 200 ലിറ്റർ വെള്ളത്തിന് എത്ര രൂപ വേണം? 4000 രൂപ വേണം വെള്ളത്തിന് മാത്രം. പിന്നെ വേറെ ഇല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ അതിന് അത്രയും പൈസ ഇല്ലെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സംഗതികളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഒരു മാസത്തിൽ 4 തവണ ഡയാലിസിസിന് ആളുകൾ എത്ര പൈസ കൊടുക്കണം? ഒരു പൈസയും കൊടുക്കാതെ നമ്മുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 തന്നിട്ടുണ്ട് പഠിച്ചോൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര അനുഗ്രഹങ്ങൾ. അതെ, എത്ര അനുഗ്രഹങ്ങൾ. നമ്മൾ സാധാരണ പറയില്ലേ, കാഴ്ച ഇല്ലാത്തപ്പോഴാണ് കണ്ണിന്റെ വില നമുക്ക് അറിയാന്ന് പറഞ്ഞു. കണ്ണുള്ളിടത്തോളം കാലം നമ്മൾ ഒന്നും കാണാൻ ശ്രമിക്കൂല. നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കണ്ടും ആസ്വദിച്ചു നിൽക്കും. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളെ നാവുകൊണ്ട് അള്ളാന്ന് വിളിച്ചു പോകും. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനകളൊക്കെ വഴി തെറ്റി പോണത്. ഇപ്പൊ ഈ കബർ കിടക്കുന്ന ഒരാൾ നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല. അല്ല തന്നെ പറഞ്ഞു, പ്രവാചകനോടോ പറഞ്ഞത്, പ്രവാചകരെ മരിച്ചവരെ കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല എന്ന് പ്രവാചകനോടോ പറഞ്ഞത്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനാണല്ലോ പ്രവാചകൻ. ആ പ്രവാചകനോടോ പറഞ്ഞത് കേൾപ്പിക്കാൻ കഴിയൂല എന്നുള്ളത്. പിന്നെ നമ്മൾ പോയി പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ കേൾക്കാൻ കഴിയൂല, കാണാൻ കഴിയൂല, അറിയാൻ കഴിയൂല. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മക്കയിലുണ്ടായിരുന്ന ആളുകൾ എത്ര വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിനെയൊക്കെ തുടച്ചു നീക്കി ഇസ്ലാം വളർന്നു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒറ്റ ആദർശം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഏകനായ റബ്ബിലേക്ക് മാത്രം. ചില ആളുകൾ പറയാ ഞാൻ കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്നുള്ളതാണ്. കണ്ടത് മാത്രം വിശ്വസിച്ച് അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാം, ഒന്നും ഈ ഭൂമിയിൽ വെറുതെ ഉണ്ടാകുന്നില്ല. ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാകുന്നില്ല, അതിന് പിറകിൽ ഒരാളുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഇത്രയും അതിനൂതനമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയൂല. അതിന് സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ മാത്രം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക. അത് അള്ളാഹുവാണ്. അറബിയിൽ അള്ളാഹ് എന്ന് പറയും, മലയാളത്തിൽ ഈശ്വരൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ വേറെ പറയും, അങ്ങനെ ഓരോരോ ഭാഷയിൽ പറയും. പക്ഷേ ഏകനായ ഒരു ദൈവം, ഏകദൈവം, ആ ദൈവത്തെ
അള്ളാഹുവിനെ, സൃഷ്ടാവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമ്മൾ അള്ളാഹുവിലേക്കാണ് നൽകേണ്ടത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് മാത്രമാണ് ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനുള്ള കഴിവുള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ ലൈഫിലൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. പടച്ചോൻ ഖുറാനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ. എനിക്കൊരു മോനാണുള്ളത്. അപ്പോൾ മോന് ഒരു 1.5 വയസ്സുള്ള സമയത്ത് ഇതേപോലെ പെട്ടെന്ന് അവനൊരു സുഖമില്ല ഉണ്ടായി. രാത്രി ഫുൾ കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് വേറെ എന്തെങ്കിലും അസുഖം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. രാവിലെ ആയപ്പോഴും ആൾ കരച്ചിലെടുത്തുന്നില്ല. നമ്മൾ അടുത്ത ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയ സമയത്തും ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അവരെടുത്ത് ICUക്ക് ഓടുക. അപ്പോൾ എന്താ വെച്ചപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടാണ്. അപ്പോൾ ശ്വാസം കിട്ടാതെയാണ് കുട്ടി കരഞ്ഞിരുന്നത്. അപ്പോൾ എന്താന്ന് കുട്ടിക്ക് പറയാനുള്ള ഇതുമില്ല, മനസ്സിലാക്കാൻ നമുക്കും കഴിയുന്നില്ല. എന്നിട്ട് 2-3 ദിവസം അവിടെ ICUവിലൊക്കെ കിടന്ന് പല ടെസ്റ്റുകളും നടത്തി. എല്ലാ ടെസ്റ്റും പോസിറ്റീവ്, എല്ലാ ടെസ്റ്റിലും നോർമലാണ്, ഒരു പ്രശ്നവുമില്ല, എല്ലാം കൊണ്ടും ഓക്കെയാണ്. അങ്ങനെ 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് പോയി. 5ാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുറയുകയാണെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല, നിങ്ങൾ വെന്റിലേറ്ററുള്ള ഹോസ്പിറ്റലിൽ നോക്കുകയാണ് നല്ലതെന്ന് പറയും. അപ്പോൾ അതുവരെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിക്ക് പെട്ടെന്ന്, പിന്നെ ആ സമയം കൊറോണൻ്റെ ഒക്കെ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റൊക്കെ നടത്തി, അതിലെല്ലാം നോർമൽ. അങ്ങനെ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അവിടെ പോയപ്പോഴും ഇതേപോലെ കുറേ ടെസ്റ്റുകൾ നടത്തണേ, കുറേ മരുന്നുകൾ മാറ്റി നോക്കണേ, അസുഖം എന്താണെന്ന് കണ്ടെത്താൻ കഴിയില്ല. ഡോക്ടർ അവിടെ ഒരു 5-6 ദിവസം കിടന്ന് ICUയിൽ. അപ്പോൾ വന്ന് 6ാമത്തെ ദിവസം വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞേ, ഞങ്ങൾക്ക് എന്താ അസുഖം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അസുഖം കണ്ടെത്തിയാൽ മാത്രം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. ഞങ്ങളിപ്പോൾ ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കണം, ഓരോ മരുന്ന് വെച്ചിട്ട് ഇതാണോ ഇതിനെന്നുള്ള പരീക്ഷിച്ച്. പക്ഷെ ഓക്സിജൻ്റെ അളവ് ഇങ്ങനെ കൂടി വരുന്നില്ല, കൂടി വന്നാൽ 98 ആവണം, എന്നാലേ അതിന് കാരണമുള്ളൂ. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ശരിയാവും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടല്ലോ ഡോക്ടേഴ്സ്. അപ്പോൾ ആ ഡോക്ടറും കൈ ഒഴിഞ്ഞ രൂപത്തിലാണ് സംസാരിച്ചത്. പിന്നെ നമുക്ക് ആകെ ഉള്ളത് പടച്ചോനാണെന്നുള്ള ഒരു രീതിയിലായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, പടച്ചോൻ്റെ ഒരു അനുഗ്രഹമാണ് മക്കൾ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് കൊടുക്കാത്ത ആളുകളുണ്ട്, ചിലപ്പോൾ തന്നിട്ട് ആ മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ പടച്ചോന് എനിക്ക് അനുഗ്രഹം വേഗം തന്നു, എൻ്റെ ചെറിയ പ്രായത്തിലാണ് തന്ന്, ചിലപ്പോൾ വേഗം തിരിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ നമുക്ക് എത്രയായാലും ഒരു കുറച്ച് ജീവൻ കൊടുക്കണേലും മക്കളെ കിട്ടണം എന്നായിരിക്കുമല്ലോ ആഗ്രഹം. അങ്ങനെ പടച്ചോനോട് പ്രാർത്ഥിച്ച്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പടച്ചോൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. അങ്ങനെ പടച്ചോനോട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും അത് ഓക്കെ ആയി, ഒരു കുഴപ്പമില്ലാതെ. അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഒരു 10-15 ദിവസം നമ്മൾ ഈ 2 ഹോസ്പിറ്റലിൽ ഇത്രയധികം ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ കിടന്ന് പരിശ്രമിച്ചിട്ട് എന്താ അസുഖം കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതിനൊരു ക്യൂറാക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം രാത്രി കൊണ്ട് നേരം വെളുക്കുമ്പോഴത്തേനും, അതിന് വലിയ കുറേ സ്ട്രഗ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും നേരം വെളുക്കുമ്പോഴത്തേനും അത് ശരി. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് പടച്ചോന് മോനെ വെച്ച് എന്നെ പരീക്ഷിച്ച് ഞാൻ എത്രത്തോളം പടച്ചോനിലേക്ക് അടുക്കും എന്നുള്ളത്. ഞാൻ പടച്ചോനോട് ചോദിച്ച് പടച്ചോനിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഇതേ സമയം മനുഷ്യന്മാർക്ക് വേറെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ അതിനൊരു ക്രൈസിസ് ഒക്കെ പറഞ്ഞു, ഒരു കുഞ്ഞ് വളർന്നു വരുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ അത്രമേൽ ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് അല്ലാണെങ്കിൽ അതിനെ കൃത്യമായി വളർത്തിക്കൊണ്ടുവന്നതിനിങ്ങനെ മാംസം കൊണ്ടങ്ങനെ പൊതിഞ്ഞ് വളരെ ഭംഗിയായി അതിനെ കൊണ്ടുവരികയാണ്. അങ്ങനെയൊക്കെ വളരെ എന്താ പറയുക, നമുക്കിങ്ങനെ ആലോചിച്ചാൽ തന്നെ അപകടം തോന്നുന്ന രീതിയിൽ അതിനെങ്ങനെ പടച്ചങ്ങനെ വളർത്തിക്കൊണ്ടുവന്നൊരു പ്രായമാകുമ്പോൾ ഭൂമിയിലേക്ക് പിറന്നു വീഴാണ്. ആ പിറന്നു വീഴുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന പോലൊരു വിഷയമുണ്ട്. ചില ഉമ്മമാർക്ക് വലിയ പ്രയാസമാണ്, ഒരു കറുത്ത ചരട് കെട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, കുട്ടിക്ക് അസുഖം ബാധിക്കും, കുട്ടീൻ്റെ തടി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കെട്ടണം എന്നല്ല ഞാൻ ആലോചിക്കുന്നത്. ഈ 9-9.5 മാസം ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ഒരു പ്രശ്നമില്ല, ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ അപ്പോൾ പ്രശ്നം. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടിയ ഒരു കുഞ്ഞിന് അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് പകരം വല്ലാത്ത ബേജാറ് കാണിക്കുന്ന ആളുകളുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞാൽ മുമ്പ് കാലത്തെ ഈ വീട്ടിലുള്ള പഴമക്കാരായ ആളുകളുടെ ഒരു ശീലം, അല്ലെങ്കിൽ അവർ അത് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ നമ്മൾ ആൾക്കാർ ഒരു വയസ്സായ ആൾ മുപ്പര് പറഞ്ഞ എങ്ങനെ ചെയ്യാതെ. പക്ഷെ നമ്മൾ ആലോചിക്കണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ആദർശമാണ്. ഇപ്പം നമുക്ക് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അല്ലാ, നീ നൽകിയത് തടഞ്ഞു വെക്കാനും നീ തടഞ്ഞത് നൽകാനും നിനക്കല്ലാതെ മറ്റാർക്കും കഴിയൂല എന്നാ. ഇത് അടിസ്ഥാന വിശ്വാസമാണ്. ഇത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്, അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഈ രീതിയിൽ നമ്മളെ പ്രയാസപ്പെടുത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, ഈ അസുഖം പോലുള്ള സംഗതികൾ നമുക്ക് മറഞ്ഞ മാർഗത്തിൽ നമുക്ക് നൽകാനോ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. ആ വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ അതിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം. നമുക്ക് പലപ്പോഴും ആളുകളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ലോകം ദാറുൽ ബലായിലാണ്, പരീക്ഷണങ്ങളുടെ ലോകമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുക ശരിയല്ലല്ലോ, എല്ലാവർക്കും പരീക്ഷണമല്ലല്ലോ, എല്ലാവർക്കും അസുഖമില്ല,
എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നങ്ങളില്ല, എല്ലാവർക്കും വീടില്ലായ്മയില്ല. അപ്പോൾ ദാറുൽ ബല എന്ന് പറയാൻ പറ്റുമോ? കുറച്ചാൾക്കല്ലേ പരീക്ഷണമുള്ളൂ. പക്ഷെ ആ ചിന്തയെ പോലും ഖുർആൻ ചികിത്സിക്കുന്നുണ്ട്. എങ്ങനെ ചികിത്സിക്കുന്നു വെച്ചാൽ ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ മനുഷ്യരും മരിക്കും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു വനബുലൂക്കും ബിശ്ശരി വൽ ഖൈർ, നിങ്ങളെ നാം നന്മ കൊണ്ടും പരീക്ഷിക്കും തിന്മ കൊണ്ടും പരീക്ഷിക്കും. അപ്പോൾ എന്തല്ല, തിന്മ മാത്രമല്ല, അല്ലെങ്കിൽ പ്രയാസവും ദുരിതവും കഷ്ടപ്പാടും മാത്രമല്ല പരീക്ഷണം. അപ്പം എൻ്റെ ഒരു സുഹൃത്തിന് അസുഖമുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് അവൻ പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ വല്ലാത്ത രൂപത്തിൽ കിടക്കുക എന്ന് വിചാരിക്കുക. ഞാൻ അവനെ പോയി കാണുന്നു. സ്വാഭാവികം എനിക്ക് സങ്കടം ഉണ്ടാവും. അവനെ കാണുമ്പോൾ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒക്കെ ഞാൻ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ആലോചിക്കേണ്ട വിഷയം എന്താ? പഠിച്ചോനെ അവനുള്ള പരീക്ഷണം ആരോഗ്യമില്ലായ്മയും, എനിക്കുള്ള പരീക്ഷണം എനിക്ക് നടക്കാനുള്ള കഴിവുണ്ട്, ബാങ്ക് കേട്ടാൽ ഞാൻ പള്ളിയിൽ പോകണം, നിസ്കരിക്കണം, നന്ദി കാണിക്കണം, എനിക്ക് ആരോഗ്യം കൊണ്ട പരീക്ഷണം, ഓന ആരോഗ്യമില്ലായ്മയാണ് പരീക്ഷണം. പക്ഷെ മനുഷ്യന് പരീക്ഷണമായി കാണുന്നത് അത് മാത്രം, സങ്കടങ്ങൾ മാത്രം പരീക്ഷണമായി കാണുന്നത്. നമ്മള് സങ്കടം ഉണ്ടാവുമ്പോഴാണല്ലോ പഠിച്ചവനോട് അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അവന് പ്രയാസം ഉണ്ടാവുമ്പോൾ എന്നോട് പ്രാർത്ഥിക്കും, അത് നീക്കി കൊടുത്താലോ പിന്നെ അവൻ അങ്ങനെ ഒന്നും ബാധിച്ചതുപോലെ ചിന്ത ഉണ്ടാവില്ല. അവൻ്റെ ഇഷ്ടം പോലെ പിന്നെയും പ്രശ്നം വരുമ്പോൾ വീണ്ടും അള്ളാഹിലേക്ക് അടുക്കും. ഇങ്ങനെ സീസൺ നോക്കി അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ മാത്രം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന രൂപത്തിലല്ല, എപ്പോഴും ഒരുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അതാണ് ഏറ്റവും നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളത്. പ്രയാസം വരുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ക്ഷമ കാണിക്കുക, അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക, അൽഹംദുലില്ലാ എന്ന് പറയാം. ഇതാണ് വിശ്വാസി. അതാണ്. അപ്പോൾ രണ്ടും പരീക്ഷണങ്ങളാണ്, സമ്പത്തില്ലായ്മയും സമ്പത്തുള്ളതും. സമ്പത്തില്ലായ്മ വലിയ പ്രശ്നമല്ല, സമ്പത്തുള്ളതാണ് ഭയങ്കരം. കാരണം കണക്ക് കുറേ പറയേണ്ടി വരും. നമുക്ക് അബ്ദുറഹ്മാൻ അഫ്രല്ലാൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പോൾ നമ്മൾ ഏത് ഘട്ടവും ഷെറാണെങ്കിലും ഹൈറാണെങ്കിലും അത് പരീക്ഷണമാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത്. അപ്പം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ റമദാനാണ്. റമദാനിലെ പ്രാർത്ഥനകൾ കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു മാസമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ റമദാനെ നമുക്കൊന്ന് ചിട്ടപ്പെടുത്തിക്കൂടെ, കൃത്യമായ രീതിയിൽ പ്രാർത്ഥനകളൊക്കെ ചിട്ടപ്പെടുത്തി. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ റമദാന് കുട്ടികളൊക്കെ എടുത്തു നോക്കണേ, രക്ഷിതാക്കൾക്കൊക്കെ ഒരു എക്സാമിൻ്റെ ഒരു കാലഘട്ടമാണ്, പരീക്ഷകളും. അപ്പോൾ രക്ഷിതാക്കൾക്കാണെങ്കിൽ മക്കളെ പഠിപ്പിക്കണം, കുട്ടികൾക്കാണെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തറാവീഹിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പഠിച്ചാൽ മതി എന്നുള്ള ആ ഒരു ലെവൽക്കാണ് രക്ഷിതാക്കൾ അങ്ങനെ തന്നെ പറയുക. ഈ ഇന്ന് പഠിച്ചോ, ഞങ്ങൾ തറാവീഹിന് പോയിക്കൊണ്ട് അങ്ങനെ പറയുന്ന ഒരു മാസത്തിലൂടെ കടന്നു പോകുന്നത്. ശരിക്കും നമ്മൾ വിചാരിച്ചാൽ തന്നെ ഒരു ടൈമൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനകളും നമ്മൾ ആരാധനകളൊക്കെ റമദാനിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൂടെ? അത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ഒന്ന്, ഇപ്പോൾ ഈ പരീക്ഷാ കാലഘട്ടം ശരിക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പരീക്ഷാ കാലഘട്ടമാണ് ദുനിയാവിലെ ജീവിതം. അപ്പോൾ അങ്ങനെ തന്നെ, കാരണം പരലോകത്തേക്ക് നമുക്ക് കൂടുതൽ സ്കോർ വാങ്ങാവുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം അതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ടൈം ടു ടൈം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിലെ ഉമ്മമാർ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പിന്നെ പകൽ സമയം അത്യാവശ്യം അവർ മുഴുവൻ സമയവും ഫ്രീ ആയിരിക്കാം ഒക്കെ ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുട്ടികളെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നോമ്പായതുകൊണ്ട് പൊലച്ചൊക്കെ എണീക്കും, അത്താഴം കഴിക്കാൻ എന്തായാലും എണീക്കും. അപ്പോൾ ആ സമയം കുറച്ച് കൂടുതൽ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അപ്പോൾ രാത്രി നമസ്കാരത്തിന് പോവാം, പ്രശ്നമില്ല. മറ്റേത് എക്സാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ട, രാത്രി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമസ്കാരത്തെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ നേരത്തെ അത്താഴത്തിന് നിൽക്കുമ്പോൾ അവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ മക്കൾക്ക് എന്ത് ചെയ്യണം, മാതാപിതാക്കൾ കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ച് കൊടുക്കണം. കാരണം അവരെ ബോധ്യപ്പെടുത്തണം, ഈ പരീക്ഷയിൽ മാർക്ക് വേണം, അത് ഭൗതികമാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിൽ വേണ്ടത് പരലോകത്തേക്കുള്ള പരീക്ഷയിലാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ കൃത്യമായി നമുക്കിങ്ങനെ സമയബന്ധിതമായി നമസ്കാരത്തിൻ്റെ സമയവും നമുക്കുള്ള ഈ പഠനത്തിൻ്റെ സമയമൊക്കെ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതൊരു പ്രയാസമൊന്നുമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കൊടുക്കുക പലപ്പോഴും ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ആരാധനകളിൽ നിന്ന് മാറി നിൽക്കാനാണ് താല്പര്യം കാണിക്കുക. അതുകൊണ്ട് നഷ്ടപ്പെടുക പരലോകമാണ്. ഇവിടെ നമുക്ക് ഫുൾ A+ കിട്ടാം, നന്നായിരിക്കാം, നമ്മൾ ആദരിക്കൊക്കെ ചെയ്തേക്കാം, ഉപ്പാക്കുമ്മക്ക് അഭിമാനം ഉണ്ടായേക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാ മാതാപിതാക്കളും ഈ റമദാനിൽ നാളെ പഠിച്ചവൻ്റെ അടുക്കലേക്കും കൂടിയിട്ട് മക്കളെ എന്ത് ചെയ്യുക, ഒരുക്കാൻ ശ്രമിക്കുക. കാരണം സ്വാഭാവികമായിട്ട് നമ്മളെ മക്കൾ എന്ന് പറഞ്ഞത് നമ്മളെന്താണോ പഠിപ്പിക്കുന്നത് അത് കണ്ടറിഞ്ഞ് വളരുന്നവരാണ്. ഇപ്പോൾ മിക്ക പാരൻസും ഭൗതിക ലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് മക്കൾ കണ്ട് വളരുന്നുണ്ട്. അപ്പോൾ ഇതല്ല യഥാർത്ഥ ജീവിതം. നാളെ പഠിച്ചവൻ്റെ അടുക്കലാന്നുള്ളത് നമ്മളാദ്യം ജീവിച്ച് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമാണ് മക്കൾക്കും അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റമദാൻ നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ കഴിയണം. കാരണം അടുത്തൊരു റമദാൻ പഠിച്ചു നമ്മൾ അനുഗ്രഹിച്ച് ആ റമദാനിലേക്ക് നമ്മൾ എത്തിക്കുമെന്ന് അറിയില്ല. ഈ റമദാൻ തന്നെ അവസാനിപ്പിക്കുമോ നമുക്ക് ഉറപ്പില്ല, എത്ര നോമ്പ് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അപ്പം ഇൻഷാ അല്ലാ കിട്ടുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്തി കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുക. നല്ലത് വരുമ്പോൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാനും, അതേപോലെ നമുക്ക് പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് ഇതിലും എന്തെങ്കിലും ഹൈർ എനിക്ക് വരാനുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ പരലോകത്താവും പടച്ചോൻ ഉത്തരം നൽകുക എന്നുള്ള നല്ലൊരു പ്രതീക്ഷയോടുകൂടി ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.
അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.